ഓഗസ്റ്റ് 27 വിശുദ്ധ മോണിക്ക, വിവാഹിതരായ സ്ത്രീകളുടെയും അമ്മമാരുടെയും രക്ഷാധികാരി. AD 332 വടക്കേ ആഫ്രിക്കയിലെ ഡാഗസ്റ്റിലാണ് മോണിക്ക ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. അവൾ ഭക്തിയുടെയും ക്രിസ്ത്യൻ ആചാരത്തിൻ്റെയും അന്തരീക്ഷത്തിലാണ് വളർന്നത്. എന്നിരുന്നാലും അവൾ ഒരു വിജാതീയനും ക്രിസ്തുമതത്തോടുള്ള ഇഷ്ടക്കേട് മറച്ചുവെക്കാത്തവനുമായ ഒരു പുരുഷനെ വിവാഹം കഴിച്ചപ്പോൾ അവളുടെ ജീവിതം വളരെ ദുഷ്കരമായി. പട്രീഷ്യസിന് അക്രമാസക്തമായ സ്വഭാവമുണ്ടായിരുന്നു. മോണിക്കയെ അവളുടെ വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും ശല്യപ്പെടുത്തുകയും ചെയ്തു. അവരുടെ 3 മക്കളെ സ്നാനപ്പെടുത്താൻ അവൻ അവളെ അനുവദിച്ചില്ല. തൻ്റെ ഭർത്താവിനെ ശല്യപ്പെടുത്തുന്നതിന് പകരം മോണിക്ക ശ്രദ്ധയും അർപ്പണബോധമുള്ള ഒരു ഭാര്യയായിരുന്നു. വിശ്വാസപരമായ കാര്യങ്ങളിലൊഴികെ എല്ലാ കാര്യങ്ങളിലും പട്രീഷ്യസിനെ അനുസരിക്കുന്നു. അവിടെ ദൈവം വിജയിച്ചു. അവളുടെ സൗമ്യമായ പെരുമാറ്റവും വിശ്വാസത്തിലുള്ള അവളുടെ ദൃഢതയും ഭർത്താവിനെ സ്വാധീനിക്കാൻ തുടങ്ങി. കാലക്രമേണ പട്രീഷ്യസിൻ്റെ കോപം തണുക്കുകയും അയാൾ തൻ്റെ ഭാര്യയുടെ ക്രിസ്ത്യാനിത്വം കൂടുതൽ അംഗീകരിക്കുകയും ചെയ്തു. മോണിക്ക തൻ്റെ ഭർത്താവിൻ്റെ പരിവർത്തനത്തിനായി തുടർച്ചയായി പ്രാർത്ഥിച്ചു. ഒടുവിൽ നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം പട്രീഷ്യസ് 370 സ്നാനമേറ്റു. പക്ഷേ അപ്പോഴും അവൾക്ക് വിഷമിക്കാൻ അവളുടെ മകൻ അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. അവളുടെ മറ്റു 2 മക്കളായ നാവിഗസും പെർപെറ്റുവയും ക്രിസ്തുമതം സ്വീകരിക്കുകയും സ്നാനമേൽക്കുകയും മതജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ അഗസ്റ്റിൻ തൻ്റെ പിതാവിനെ പിന്തുടർന്നു. മോണിക്ക അഗസ്റ്റിനു വേണ്ടി ധാരാളം കണ്ണുനീർ പൊഴിക്കുകയും പാപത്തിൽ നിന്ന് പിന്തിരിയാൻ അപേക്ഷിക്കുകയും ചെയ്തു. 14 വർഷത്തിനു ശേഷം അഗസ്റ്റിൻ പരിവർത്തനം ചെയ്യുകയും ക്രിസ്തുവിലേക്ക് തിരിയുകയും ചെയ്തു. 387 ഇറ്റലിയിലെ മിലാനിൽ ഈസ്റ്റർ ആഘോഷവേളയിൽ അഗസ്റ്റിൻ സ്നാനമേറ്റു. തൻ്റെ മകനെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം നേടിയ മോണിക്ക ലോകത്തിലുള്ള തൻ്റെ പ്രതീക്ഷകൾ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ചു. താമസിയാതെ അവൾ മരിച്ചു.